ഇനി തിരുവനന്തപുരത്ത് നേരത്തെ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടാണ് പട്ടത്താണ് കാറും ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് തീ പിടിച്ചിട്ട് ഒരാൾ മരിച്ചത്. ഓട്ടോ ഡ്രൈവർ മാങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. അപകടത്തിനിടെ ഓട്ടോയ്ക്ക് തീ പിടിക്കുകയായിരുന്നു. പരിക്കേറ്റ 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം പട്ടത്താണ് ദാരുണമായിട്ടുള്ള ഒരു അപകടം നടന്നിട്ടുള്ളത്. പുലർച്ചെ 3:30 അപകടം. 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെടുന്ന ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് പട്ടത്ത് സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെ 3:30 ഒരേ ദിശയിൽ വന്ന അമിത വേഗതയിൽ വന്ന കാറ് ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവറായിരുന്ന മാങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാർ എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള സുനി എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. ഈ ഓട്ടോയാണ് ഈ അപകടത്തിൽ പൂർണ്ണമായിട്ട് കത്തി നശിച്ചത്. ഒരേ ദിശയിലായിരുന്നു കാറും ഓട്ടോയും വന്നിരുന്നത്. അപ്പോൾ ഒരു സർവീസ് റോഡിൽ നിന്ന് ഒരു ബൈക്ക് കയറി വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഒരു സർവീസ് റോഡിൽ നിന്ന് ഒരു ബൈക്ക് കയറി വരികയും അപ്പോൾ ബൈക്കിനെ ഇടിക്കാതിരിക്കാനായിട്ട് ഓട്ടോ വലത്തേക്കൊന്ന് വെട്ടിച്ചപ്പോൾ അമിത വേഗതയിൽ വന്ന കാറ് ഈ ഓട്ടോനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഓട്ടോ പൂർണ്ണമായിട്ട് കത്തി നശിച്ചത്. ഓട്ടോയിൽ ഡ്രൈവറും മറ്റ് 2 യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പരിക്കേറ്റ് 4 പേർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നമുക്ക് ഇവിടെ ബൈക്ക് കിടക്കുന്നത് കാണാം. ബൈക്കുണ്ട്. ബൈക്കിന് തൊട്ട് മുമ്പിലായിട്ട് ഈ അമിത വേഗതയിൽ വന്ന കാറുമുണ്ട്. കാറിനും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. കാറിൽ മറ്റ് യാത്രക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാറിൻ്റെ പക്ഷേ മുൻഭാഗത്തെ 2 എയർ ബാഗും ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാറിൽ 2 യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ നിലവിൽ ഒരാൾ മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാറിനകത്ത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കമുണ്ട്, ഗ്ലാസും ഒക്കെ ഉണ്ട്. അപ്പോൾ മദ്യപിച്ചിട്ടാണോ ഈ കാർ ഓടിച്ചിരുന്നതെന്നടക്കമുള്ള ഒരു സംശയങ്ങൾ കൂടിയുണ്ട്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ചേട്ടാ, ഈ സംഭവം നിങ്ങൾ കണ്ടിരുന്നോ? എന്താ നിങ്ങൾ കണ്ടത്? ആക്സിഡന്റ് കണ്ടില്ല. ഞാൻ ശബ്ദം കേട്ടാണ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ ഓട്ടോ കത്തുന്നതാണ് കേട്ടോ. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന അതിൽ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞങ്ങൾ വേറെ 2-3 വഴി യാത്രക്കാരുമായിട്ട് ചേർന്ന് ഊരിയെടുത്തു. അയാളെ എടുത്ത് രക്ഷപ്പെടുത്തി. പിന്നെ ഈ സ്കൂട്ടറിൽ വന്ന ഒരു ലേഡി അവിടെ അതിൻ്റെ അടുത്തായി തീ കത്തുന്നതിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അവരെയും ഇങ്ങോട്ട് മാറ്റി കിടത്തിയിട്ട് പിന്നെ ഈ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ഓസെടുത്ത് അണച്ചൊക്കെ കഴിഞ്ഞാണ്. പിന്നെയാണ് ഫയർഫോഴ്സും പോലീസൊക്കെ വന്നപ്പോൾ കുറച്ച് താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ ഓട്ടോയ്ക്കകത്ത് ഡ്രൈവറും മറ്റ് 2 യാത്രക്കാരും, ഈ ബൈക്കിന് ഒരാളും. ഓട്ടോയിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. ബൈക്കിൽ 2 പേര്. കാറിൽ ഒരാൾ എല്ലാം ഒരേ സൈഡിൽ. ഈ ബൈക്ക് സർവീസ് റോഡിൽ നിന്ന് കയറി വന്നല്ലോ, അങ്ങനെ ഒരു കണ്ടിരുന്നോ? അത് കണ്ടില്ല. അവിടെ ഈ ശബ്ദം കേട്ട് വന്നതാണ്. വന്നപ്പോൾ ഇത് കത്തുന്നു. ഇപ്പൊ ഈ കാറിന്റെ അമിത വേഗതയാണ് ഈ അപകടത്തിന് ഇടയാക്കിയെന്നുള്ളതാണോ? എനിക്ക് കണ്ടില്ല. ഈ ഓട്ടോ ഡ്രൈവറിന്റെ അവസ്ഥ എന്തായിരുന്നു ഈ അപകടം നടന്നപ്പോൾ? നിങ്ങൾ എടുക്കാൻ പറ്റില്ല. ഈ ടോപ്പ് ഇത് പ്രസ്സായിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അയാൾ ഇത് കാലിൽ പിടിച്ച് വലിച്ചിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ഞെരുങ്ങിപ്പോയി. അതിനുമുമ്പ് ഇത് ഈ സ്ഫോടനത്തോടുകൂടി കത്തയില്ലേ പെട്രോള്. ഇപ്പോൾ വലിയ തീയായിരുന്നു. അതുകൊണ്ട് പിന്നെ മരണം. 4 പേരെ അവിടുന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി അല്ലേ? 4 എല്ലാവരും ആശുപത്രി കൊണ്ടുപോയി. അവർക്ക് പരിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ആശുപത്രി കൊണ്ടുപോയ അവസ്ഥ എങ്ങനെയാണ്? അറിയില്ല, കണ്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. മാങ്കാട്ടുകടവ് സ്വദേശി സുനി ആണ്. 45 വയസ്സുള്ള സുനിയാണ്, ഓട്ടോ ഡ്രൈവറാണ് ഈ അപകടത്തിൽ മരിച്ചത്. മറ്റാർക്കും തന്നെ കാര്യമായിട്ടുള്ള കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു അപകട വാർത്തയാണ് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നൽകാനുള്ളത്. ഒരാൾ മരിച്ചു, മറ്റ് 4 പേർക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളില്ല. അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം പട്ടത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.